ആ മോള് തന്നെ വന്ന് പറഞ്ഞു, അമ്മ ടീച്ചർ എന്നെ അടിച്ചു, ഇച്ചി ഒഴിച്ചതിന് ടീച്ചർ എന്നെ ചൂരലെടുത്ത് അടിച്ചു എന്നാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാ ദിവസവും അംഗൻവാടി പോയിട്ട് വന്നിട്ട് അമ്മ ടീച്ചർ അടിച്ചു എന്ന് പറയും. അപ്പം ആദ്യമൊക്കെ നിസ്സാരമായിട്ട് ചിലപ്പോൾ വഴക്ക് പറഞ്ഞതിനായിരിക്കണം അടിച്ചതെന്ന് പറയുന്നതാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അന്നത്തെ ദിവസം കുളിപ്പിക്കാൻ പിടിച്ചപ്പോഴത്തേനും കാലിന് മുട്ടിന് മുകളിൽ നല്ല തരത്തിൽ നീലിപ്പ്, സാധനം ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത്രയും നല്ല നീലിപ്പുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ഫോൺ വിളിച്ചു. ഹായ്, ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തെല്ലാം കാര്യങ്ങളാണല്ലേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. കോളേജിൽ കുട്ടികളെ പഠിക്കാൻ വിടണ്ട, അധ്യാപകരുടെ മാനസിക പീഡനം, അങ്ങനെ സ്കൂളുകളിൽ വിടണ്ട, ഇപ്പൊ വന്നു അംഗൻവാടിയിലും വിടാൻ പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ ഈ ന്യൂസ്. 3 വയസ്സുള്ള, വെറും 3 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിനോട് കാണിച്ച ക്രൂരതയാണിത്. സത്യം പറഞ്ഞ അംഗൻവാടിയിലൊക്കെ CCTV വെക്കേണ്ട സമയമായി. കാരണം ഒരുപാട് ടീച്ചർമാര്, നല്ല ടീച്ചർമാർ ഒത്തിരി പേരുണ്ട്. എനിക്ക് അറിയാവുന്ന തന്നെ ഒത്തിരി ടീച്ചർമാരുണ്ട്, നല്ല ടീച്ചർമാർ. പക്ഷെ അതുപോലെ തന്നെ ഇത്തരം പ്രവർത്തികൾ കാണിക്കുന്ന ടീച്ചർമാരുടെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ജോലി കിട്ടുന്നത് വരെ അവര് ഭയങ്കര സ്നേഹം അല്ലെങ്കിൽ വേറൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. ജോലി കിട്ടി കഴിയുമ്പോൾ അത് പെർമനന്റ് ആണല്ലോ, അപ്പം പിന്നെ വേറൊരു രീതിയായിരിക്കും അവർക്ക് എന്ന് കരുതി കുട്ടികളോട് മോശമായി പെരുമാറേണ്ട ആവശ്യം അവർക്കില്ലല്ലോ. ഇതിനെതിരെയൊക്കെ നമ്മൾ രക്ഷകർത്താക്കളാണ് ശക്തമായിട്ട് പ്രതികരിക്കേണ്ടത്. അത് നമ്മുടെ കുട്ടിക്കൊരു അവസ്ഥ ഉണ്ടാകുമ്പോഴല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഒരു നഴ്സറിയിൽ നമ്മുടെ കുഞ്ഞിനെ കൊണ്ടാക്കുമ്പോൾ പല കുട്ടികളുടെ അനുഭവങ്ങൾ നമ്മൾ കാണും. ചിലപ്പോൾ അവരുടെ രക്ഷകർത്താക്കൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കണ്ണിൽ കാണുന്നതൊക്കെ കാണും. നമ്മൾ അതിനെയൊക്കെ വിട്ടുകളഞ്ഞിട്ട് നമുക്കുണ്ടാകുമ്പോൾ മാത്രം പ്രതികരിക്കാൻ നിൽക്കാതെ ആദ്യമേ തന്നെ ഒരു ചെറിയ സംഭവം ഉണ്ടാകുമ്പോൾ അതിനെതിരെ നമുക്ക് പ്രതികരിക്കാൻ പറ്റണം. നേരെ ടീച്ചറിനോട് തന്നെ സംസാരിക്കാൻ ശ്രമിക്കുക. സംസാരിച്ച് അവരുടെ മറുപടി എന്താണെന്ന് നോക്കി നമ്മൾ പറഞ്ഞ കാര്യത്തിന് അവരൊരു വില കൽപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തുടർ നടപടിയിലേക്ക് ആദ്യമേ തന്നെ ചെല്ലണം. അല്ലാതെ കുറേ സംഭവങ്ങളുണ്ടായി നോക്കാം, ഇനി വരുമോ എന്ന് നോക്കാം, ഇനി ഉണ്ടാവുമോ എന്ന് നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് വരുമോ എന്ന് നോക്കാം, എന്നിട്ട് പ്രതികരിക്കാമെന്ന് പറഞ്ഞ് നിൽക്കാതെ നമ്മളൊരു കാര്യത്തിന് സാക്ഷിയാവുകയാണെങ്കിൽ അപ്പോൾ തന്നെ അതിന് വേണ്ടുന്ന നടപടി എന്താണെന്ന് വെച്ചാൽ എടുക്കുക. പ്രത്യേകിച്ച് അംഗൻവാടിയിലെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ആയമാരൊക്കെ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ കാര്യം, ഈ 3 വയസ്സുള്ള കുട്ടി എന്നൊക്കെ പറയുമ്പോൾ കൊച്ചു കുഞ്ഞ്, അവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് നമുക്ക് നല്ലപോലെ മനസ്സിലാകത്തില്ല അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വന്ന് അടിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് സത്യമാണോ, അവർ ചിലപ്പോൾ ഇനി വഴക്ക് പറഞ്ഞതിന് അടിച്ചെന്ന് പറഞ്ഞതാണോ എന്നൊക്കെയുള്ള ഡൗട്ട് വരും. അതിൻ്റെ കൂടെ നമ്മൾ ചെന്ന് ടീച്ചറിനോട് ചോദിക്കുമ്പോൾ ടീച്ചറും കള്ളമാണ് പറയുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ അറിയുക? അവർ ചിലപ്പോൾ രക്ഷപ്പെടാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അവർ അടിച്ചിട്ട് ഇത് പ്രശ്നമാകുമെന്ന് തോന്നുമ്പോൾ അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇത് തന്നെ പറയുന്നിട്ടില്ലേ, വേറൊരു കുട്ടിയുടെ തലമണ്ടയിൽ ഈ ഒരു കുറ്റം ഏൽപ്പിക്കാനാണ് അവർ നോക്കിയത്. അപ്പോൾ കുഞ്ഞു പിള്ളേരായതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഇതാണോ സത്യം എന്ന് വിചാരിക്കും. അപ്പോൾ ഒരു CCTV എന്തെങ്കിലും അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരത്തേയില്ല. അതുകൊണ്ട് എല്ലാ നഴ്സറികളിലും CCTVയും കൂടെ വെക്കാനായിട്ടുള്ളൊരു സമ്പ്രദായം ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. കാരണം കുഞ്ഞു കുട്ടികളാണ് വരുന്നത്. അവർ പറയുന്നതിൽ എന്താണ് സത്യം പാതി നമുക്ക് മനസ്സിലാവത്തില്ല പറയുന്നതിൽ. അതൊരു ടീച്ചർമാർക്ക് ഒരു അഡ്വാൻറ്റേജ് ആണത്. കാരണം അവർക്ക് അവരുടെ തോന്നിയ പോലെ അവർക്ക് പ്രതികരിച്ചിട്ട്, പ്രതികരണം മാത്രമല്ല, ഇപ്പോൾ ഫുഡിൻ്റെ കാര്യം തന്നെ അംഗൻവാടിയിലൊക്കെ ഒരുപാട് വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫുഡിൻ്റെ കാര്യത്തിൽ തന്നെ ഒത്തിരി വെറൈറ്റി ഫുഡ് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതെല്ലാ അംഗൻവാടിയിലും കൊടുക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പം നമ്മുടെ കുട്ടി പോകുന്ന അംഗൻവാടിയിലെങ്കിലും അത് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ എൻഷുർ ചെയ്യണം. ഒന്നുകിൽ നമ്മൾ തന്നെ ഒരു ദിവസം നിന്ന് അതൊന്ന് അവരുടെ രീതികളൊക്കെ ഒന്ന് നമ്മൾ തന്നെ പഠിക്കാൻ ശ്രമിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ CCTV ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ആയമാരുടെ ഒരു കളികളും അവിടെ നടക്കത്തില്ല. ഫുഡിൻ്റെ കാര്യത്തിൽ തന്നെ അവർക്കൊരു മടി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ വെറൈറ്റി ഫുഡുകൾ ഉണ്ടാക്കേണ്ടതുകൊണ്ട് അവർക്ക് തന്നെ ഒരു മടി വരും. പിന്നെ ഈ കുട്ടികളോട് കാണിക്കുന്ന ക്രൂരതകൾ, കുഞ്ഞുങ്ങളൊന്ന് ഛർദ്ദിച്ചെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ അറിയാതെ ഒന്ന് മൂത്രമൊഴിച്ച് പോയി എന്ന് വെച്ചിട്ടോ ഭയങ്കരമായിട്ട് ക്രൂരമായിട്ട് അടിക്കേണ്ടതെന്നോ യാതൊരു കാര്യം അവർക്കില്ല. കുഞ്ഞു കുട്ടികളല്ലേ, അതറിഞ്ഞുകൊണ്ടല്ലേ ഈ ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് അവർ നിന്നതും ടീച്ചറായതും. കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാനാണെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ. അപ്പോൾ ഇതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ഒരു ക്ഷമ എന്ന് പറയുന്നത് വലിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെക്കാട്ടിയും കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനാണ് വേണ്ടത്. അതില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇവരെയൊക്കെ നമ്മൾ ടീച്ചർമാരെന്ന് പറഞ്ഞിട്ട് തന്നെ കാര്യമില്ല. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ കുട്ടികളെ അംഗൻവാടിയിലോട്ടൊക്കെ വിടാൻ തന്നെ പേടിയാവുന്നത്. അവർ പറയുന്നത്, എൻ്റെ മകനാണെങ്കിൽ പറയുന്നത് പാതി എനിക്ക് പോലും മനസ്സിലാകത്തില്ല, നല്ലതുപോലെ അവൻ പറയുന്നത് നമുക്ക് വ്യക്തമല്ല. അപ്പോൾ അവർ പറയുന്നത് എന്താണ്, അത് ഉള്ളതാണോ നമുക്കിപ്പോൾ, അല്ലെങ്കിൽ കൂടെയുള്ള കുട്ടികളോട് ചോദിക്കാമെന്ന് വെച്ചാൽ അവർ അതിനേക്കാളും കുഞ്ഞുങ്ങളായിരിക്കും. അപ്പം ടീച്ചേഴ്സിനോട് ചോദിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ മാർഗം. അവരോട് ചോദിക്കുമ്പോൾ അവർ കൈ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ, അതേസമയം ഒരു തെളിവിനായിട്ട് അവിടെ ഒരു ക്യാമറ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ? ഇല്ല. കുഞ്ഞു മക്കളെ നമ്മൾ ഒരു വിശ്വാസത്തിലാണ് നിങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നത്. 3 വയസ്സുള്ളൊരു കുട്ടിയൊക്കെ നമ്മൾ അംഗൻവാടിയിൽ വിടുന്നത് അവർ പഠിച്ചു മറിച്ച് അക്ഷരങ്ങളെല്ലാം പഠിച്ചിഞ്ഞ് കൊണ്ടുവരും എന്ന് വിചാരിച്ചിട്ടല്ല. സ്കൂളിലേക്ക് വിടുന്നതിന് മുന്നേ അവർക്ക് അവിടെ ഇരുന്നൊന്ന് സെറ്റ് ആവണം, അവർക്ക് വേറൊരു സ്ഥലത്ത് പോയി ഇരുന്നൊന്ന് ശീലമാവണം. ആ ഒരു സ്കൂളിങ്ങിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നേ ഒന്ന് ആ ഒരു ഇതൊക്കെ ഒന്ന് പഠിക്കണം എന്ന് വെച്ചിട്ട് കൊണ്ടുവിടുന്നതാണ്. അപ്പം നിങ്ങൾ അത്രയും വിശ്വാസം ഉണ്ടായിട്ടാണ് നമ്മളവിടെ വിടുന്നത്. അപ്പം ഇങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോൾ നമുക്കത് കുറയും.
നല്ല ടീച്ചേഴ്സിൻ്റെ അടുത്ത് വിടാനും നമുക്ക് പേടിയാവും. അതുകൊണ്ട് ടീച്ചേഴ്സൊക്കെ അവരുടെ ഒരു നിലവാരം അതൊന്ന് കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ.